ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളുടെ വില കുറയുമ്പോൾ കൂടുതൽ നഷ്ടം വരും എന്ന് പേടിച്ചിട്ട് വിറ്റൊഴിവാക്കുകയും അതുവഴി നമ്മുടെ പണം നഷ്ടപ്പെടുകയും ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റ് നഷ്ടക്കച്ചവടമാണെന്ന് പറയുന്ന ഒരുപാട് പേരെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകളുടെ വില കുറയുമ്പോൾ അതൊരു അവസരമായി കണ്ട് വീണ്ടും വീണ്ടും കൂടുതൽ സ്റ്റോക്കുകൾ വാങ്ങി കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഇത്തരത്തിൽ സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് ആവറേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയെക്കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നത് ലോങ് ടൈമിലേക്കാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് നമ്മുടെ കയ്യിൽ കുറച്ച് പണമുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഗ്രോ ചെയ്ത് ലാഭം ഉണ്ടാകുമെന്ന് കരുതുന്ന കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കിൻ്റെ വില നമ്മൾ വാങ്ങുന്ന സമയത്ത് കൂടുതലായിരിക്കുകയും അതിനുശേഷം ആ സ്റ്റോക്കിൻ്റെ വില പയ്യെ കുറഞ്ഞ് താഴേക്ക് വരികയും, അതായത് മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ വില സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, താഴേക്ക് വരും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വലിയൊരു നഷ്ടത്തിലേക്ക് വരും. എന്നാൽ ലോങ് ടൈമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് യാതൊരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ത് ചെയ്യും, സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് കയറിപ്പോകും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും നമുക്ക് ഈ പെട്ടെന്നൊരു താഴേക്ക് വരുമ്പോൾ നമുക്കതൊരു നഷ്ടം എന്നുള്ളതിന് പകരം നമുക്കതിനെ ഒരു നേട്ടമായി കരുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ നമുക്കൊരു ചാൻസാണ് ആവറേജ് ചെയ്യുക എന്നുള്ളത്. ഞാനിവിടെ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് ഒരു സ്റ്റോക്ക് അദാനി പോർട്ട് എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുക്കുകയാണ്. അപ്പോൾ ചാർട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫോണിലാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഇത്തരത്തിലായിരിക്കും ചാർട്ട് കാണുന്നത്. ഞാനിവിടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ഇൻട്രാഡേ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് മാറ്റണം. അതിന് മുന്നേ നമ്മളിവിടെ ഒരു വർഷം ഏറ്റവും താഴെയായിട്ട് 1 ഇയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. 1 ഇയർ ചാർട്ട് എടുക്കുക. 1 ഇയർ ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഇതിൻ്റെ ചാർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ചാർട്ട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ക്യാൻഡിൽ സ്റ്റിക്ക് ആണെന്ന് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അതൊന്നും കാണിക്കുന്നില്ല. ഈ ചാർട്ട് കാണിക്കുന്നത് ഇതിൻ്റെ ട്രെൻഡ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ട്രെൻഡ് ഇപ്പോൾ എങ്ങനെയാണെന്ന്. അതായത് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. അതായത് ഇങ്ങനെ താഴേക്ക് വന്നു, മുകളിലേക്ക് വന്നു, താഴേക്ക് പോയി, മുകളിലേക്ക് പോയി. ഇത്തരത്തിലാണ് ഇപ്പോൾ അദാനി പോർട്ട് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് വേണ്ടി ഒരു സ്റ്റോക്ക് വാങ്ങി, അതായത് അദാനി പോർട്ട് വാങ്ങി എന്ന് കരുതുക. അപ്പോൾ നമ്മൾ വാങ്ങുന്നത് ഇത്രയും മുകളിൽ വന്ന ദിവസമായിരിക്കും. അതായത് ഇവിടെ 920 എന്ന് പറയുന്ന വില വന്ന സമയത്താണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങിയത്. സ്റ്റോക്ക് വാങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്തു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സ്റ്റോക്ക് ഇങ്ങനെ താഴേക്ക് പോയി. ഇവിടെ എത്ര വന്നു, 680 വന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയ വില എത്രയാണ്, 920. നമ്മൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ 680ലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് ലോസ് വരുന്നത്? ഏകദേശം ഒരു സ്റ്റോക്കിന് തന്നെ 200 രൂപ ലോസ് വരും. അപ്പോൾ നമ്മളൊരു 100 സ്റ്റോക്ക് അല്ലെങ്കിൽ 1000 സ്റ്റോക്കൊക്കെ 100 സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ 20,000 രൂപ ലോസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നഷ്ടം തോന്നും. നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് വിൽക്കാൻ തയ്യാറാവും. വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് 10-20,000 രൂപ, അല്ലെങ്കിൽ നമ്മൾ 1000 സ്റ്റോക്കാണെങ്കിൽ 2 ലക്ഷം രൂപയുടെ ലോസ് വരും. അല്ലെങ്കിൽ 10 സ്റ്റോക്കാണ് എടുത്തതെങ്കിൽ ഒരു 2000 രൂപയുടെ നമുക്ക് നഷ്ടം വരികയും നമ്മൾ ഒഴിവാക്കിയൊക്കെ ആയിരിക്കും നമ്മൾ ഈ സമയത്ത് ചെയ്യുന്നത്. ഇവിടെ ഈ വില കുറയുന്ന സമയത്ത് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അവിടെ ആ സമയത്ത് നമ്മൾ ഈ 680 എന്ന് പറഞ്ഞാൽ ഈ വില വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ വെച്ച് ഒരു 10 ക്വാണ്ടിറ്റിയാണ്, നമ്മൾ 10 സ്റ്റോക്കാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ താഴെ 680ലേക്ക് വരുമ്പോൾ ഒരു 20 സ്റ്റോക്ക് കൂടെ നമ്മൾ വാങ്ങണം. നമ്മൾ 20 സ്റ്റോക്ക് കൂടെ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇവിടത്തെ വില, അതായത് 920ൻ്റെ വിലയ്ക്കാണ് നമ്മൾ ആദ്യം വാങ്ങിയത്. 680-നാണ് രണ്ടാമത് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് സ്റ്റോക്കുകളുടെ വില വരും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്കിൽ നമുക്ക് നോക്കാം. എന്താണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്? അതായത് നമ്മൾ കണക്കായിട്ട് നോക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു ചന്തയിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് മാമ്പഴം വെച്ച് നമ്മളൊരു 10 മാമ്പഴം വാങ്ങുന്നു എന്ന് കരുതുക. 10 മാമ്പഴത്തിന് 50 രൂപ, നമ്മൾ
മാമ്പഴം കാണുന്നു. മാമ്പഴം നമ്മൾ വാങ്ങുന്നത് 150 രൂപയ്ക്കാണ് വാങ്ങുന്നത്. 150 രൂപയ്ക്ക് 10 മാമ്പഴം വാങ്ങിയപ്പോൾ 1500 രൂപയായി. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ 1500 രൂപയ്ക്ക് 10 മാമ്പഴം 150 രൂപയ്ക്ക് വാങ്ങി നമ്മൾ എന്ത് ചെയ്തു? അതായത് ഞാനിവിടെ കാണിച്ചു തരാം. 10 മാമ്പഴം ഗുണം 150 സമം എത്ര? 1500. ഈ 1500 രൂപയ്ക്ക് നമ്മൾ വാങ്ങി. അപ്പോൾ കുറച്ച് ദൂരം കൂടെ പോയപ്പോൾ ഇതേ മാമ്പഴം തന്നെ എന്ത് ചെയ്യുന്നു? 50 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. നമ്മൾ ആദ്യം വാങ്ങി എത്ര രൂപയ്ക്ക്? 150 രൂപയ്ക്ക്. ഇപ്പോൾ വിൽക്കുന്നത് 50 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും അവിടെ നിന്ന് 10 മാമ്പഴം കൂടെ വാങ്ങി. അപ്പോൾ ഈ 10 മാമ്പഴത്തിന് എത്ര രൂപയായി? വെറും എത്ര രൂപയാണ് ആയത്? 500 രൂപയാണ് ആയത്. 500 രൂപ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര രൂപയായി? നമ്മൾ 1500ഉം ആദ്യം വാങ്ങിയ 1500ഉം പിന്നെ രണ്ടാമത് വാങ്ങിയത് വെറും 500 രൂപയ്ക്ക്. അപ്പോൾ എത്ര രൂപ? നമുക്കറിയാം, വെറും 2000 രൂപ. 2000 രൂപയ്ക്കാണ് നമ്മൾ മാമ്പഴം 20 മാമ്പഴം വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എത്രയായിരിക്കും? ആവറേജ് എന്ന് പറയുന്നത് 100 രൂപയായിരിക്കും. അതായത് 20 മാമ്പഴത്തിനും കൂടെ നമ്മൾ കൊടുത്തത് 2000. ഈ എണ്ണത്തിന് നമ്മുടെ കയ്യിലുള്ള വില കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആവറേജ് കിട്ടും. അതായത് വളരെ സിമ്പിളാണ്. നമുക്ക് മാത്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ 20 മാമ്പഴം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ 20 മാമ്പഴം നമുക്ക് എത്ര രൂപ വെച്ച് വിറ്റാൽ നമുക്ക് ലാഭം കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ 1500 കൂടെ കൂട്ടിയപ്പോൾ 2000 കിട്ടിയെങ്കിൽ 100 രൂപയായിരിക്കും അതിൻ്റെ ആവറേജ്. നമുക്ക് സിമ്പിളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ കൂടിയ വിലയ്ക്ക് വാങ്ങി ഇവിടെ കുറച്ച് വിലയ്ക്ക് ഇത് വീണ്ടും വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സ്റ്റോക്ക് വില കൂടുതൽ വാങ്ങി. ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? വില കുറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റോക്കിൻ്റെ വിലയും ഇവിടുത്തെ സ്റ്റോക്കിൻ്റെ വില ആവറേജ് ഇവിടെയുള്ള സ്റ്റോക്കിൻ്റെ 800 രൂപയിലേക്ക് വരും നമ്മുടെ സ്റ്റോക്കിൻ്റെ വില. അപ്പോൾ ഇതാണ് ആവറേജ് എന്ന് പറഞ്ഞാൽ. ഈ 800 രൂപയിലേക്ക് വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇത്രയും പൊങ്ങുന്ന ഏരിയ എത്തുമ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. അതായത് 900 നമ്മൾ വാങ്ങുന്നത് 920-ലാണ്. ഇവിടെ പറഞ്ഞു. അപ്പോൾ 920 വാങ്ങിയത് സ്റ്റോക്ക് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ താഴെ എത്തിയപ്പോൾ വീണ്ടും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയപ്പോൾ നമ്മുടെ സ്റ്റോക്കുകളുടെ എല്ലാം വില 800 രൂപയായി കഴിഞ്ഞു. അപ്പോൾ ഈ സ്റ്റോക്ക് ഇവിടെയാണ് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി. ഇവിടെ നിന്ന് വീണ്ടും 800 എത്തിയപ്പോൾ നമ്മുടെ ലോസ് എല്ലാം കഴിഞ്ഞു. മുകളിൽ നിന്ന് വാങ്ങി നഷ്ടം വന്ന ഇതെല്ലാം ആവറേജ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ലോസ് എല്ലാം കഴിഞ്ഞു. പിന്നെ മുകളിലേക്ക് പോയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? പ്രോഫിറ്റ് വന്നു തുടങ്ങി. ഇതാണ് ആവറേജ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ആവറേജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല സ്റ്റോക്കുകളായിരിക്കണം. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കായിരിക്കണം നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും പെന്നി സ്റ്റോക്ക്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, യെസ് ബാങ്ക് അല്ലെങ്കിൽ വോഡാഫോണൊക്കെ പോലെയുള്ള, അതായത് മാർക്കറ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്നിട്ട് താഴേക്ക് പോയി ഇനി അതിൻ്റെ വില, അതായത് 400-500 രൂപയ്ക്ക് സ്റ്റോക്ക് റൈഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കുകൾ പിന്നീട് എന്ത് ചെയ്തു? കുറഞ്ഞ് പെന്നി സ്റ്റോക്കായി മാറിയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതൊരിക്കലും തിരിച്ചു കയറില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള, അതായത് നിഫ്റ്റിയിലൊക്കെ നല്ല പെർഫോമൻസ് നിഫ്റ്റിയിലോ സെൻസെക്സിലോ നല്ല പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് അതൊരു അവസരമായിട്ട് കണ്ട് എന്ത് ചെയ്യുക? വില കുറയുമ്പോൾ നമ്മൾ വീണ്ടും വാങ്ങിക്കൂട്ടുക. അതായത് വില കുറയുമ്പോൾ നമ്മൾ വാങ്ങിക്കൂട്ടുന്നതിനെയാണ് ഇതിനെ നമ്മൾ ആവറേജ് ചെയ്യുക എന്ന് പറയുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ വില കുറയുമ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കൂടിയ വിലയ്ക്ക് വാങ്ങിയതിൻ്റെ വില കുറഞ്ഞു കിട്ടും. അതായത് അപ്പോൾ അടുത്ത് വീണ്ടും ഈ സ്റ്റോക്കിൻ്റെ വില കൂടുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രത്യേകിച്ച് ദോഷം എന്ന് പറയുന്നത് നമുക്കിതിനുള്ള പൈസ ഉണ്ടാവണം. അതായത് നഷ്ടം വരുമ്പോൾ, അതായത് വില കുറയുമ്പോൾ വാങ്ങാനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ആവറേജ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 10,000 രൂപ നമ്മുടെ കയ്യിൽ വന്നു, കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങാമെന്ന് വിചാരിച്ച് സ്റ്റോക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ വില കുറയുമ്പോൾ ആവറേജ് ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും ഇനിയും വില കുറയുമോ എന്ന് പേടിച്ചിട്ട് നമ്മളത് വിറ്റ് ഒഴിവാക്കും. അപ്പോൾ നമുക്ക് ഒരു 2,000, 3,000, 10,000 രൂപ ഇട്ടത് 2,000, 3,000 നഷ്ടം വരികയും നമ്മൾ എന്ത് ചെയ്യും? അതോടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ നമ്മൾ ഇതൊക്കെ മോശമാണെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നവരായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത്,
നമ്മൾ സ്റ്റോക്ക് ഇപ്പോൾ 1,00,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊരു 20,000 30,000 രൂപയ്ക്ക് സ്റ്റോക്കുകൾ വാങ്ങുക. അതിനുശേഷം അതെപ്പോൾ വാങ്ങിയായിരുന്നാലും വിഷയമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് സ്റ്റോക്കിൻ്റെ വില കുറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വാങ്ങാം. വില കൂടുകയാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, മിണ്ടാതിരുന്നാൽ മതി. അപ്പോൾ വില കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വിറ്റ് ലാഭം ഉണ്ടാക്കാം. വീണ്ടും വില കുറയുമ്പോൾ വാങ്ങാം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വാങ്ങിയതിന് ശേഷം വീണ്ടും കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് ആവറേജ് ചെയ്യാം. അതായത് പൈസക്ക് വീണ്ടും സ്റ്റോക്ക് വാങ്ങാം. ഇതാണ് സ്റ്റോക്ക് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കുറേ കമൻറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ചോദിച്ചിരുന്നു. ആവറേജ് ലോങ് ടൈമിലേക്കായിരിക്കും ആവറേജ് ചെയ്യുന്നതിനുള്ള ബെറ്റർ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഒരിക്കലും ആവറേജ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരാനുള്ള സാധ്യത, അതായത് നമ്മൾ ഓപ്ഷൻസ് ഇൻട്രാഡേ ഒക്കെ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഒരിക്കലും അങ്ങനെ ആവറേജ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമ്മൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കന്ന് ലോസ് തന്നെ ആയിരിക്കും. അതായത് നമ്മൾ വിചാരിക്കും നമുക്ക് ആവറേജ് ചെയ്ത് പക്ഷെ നമുക്ക് ചില ദിവസം ട്രെൻഡൊക്കെ താഴേക്കാണെങ്കിൽ അത് വീണ്ടും നമ്മൾ താഴേക്ക് പോയി വീണ്ടും താഴേക്ക് പോയി. അപ്പോൾ നമ്മൾ ആവറേജ് ചെയ്യുന്നതനുസരിച്ച് വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് മേലോട്ട് വീണ്ടും വന്നാൽ മാത്രമേ നമുക്ക് നേട്ടാം. അപ്പോൾ ലോങ് ടൈമിലേക്കുള്ളവർക്ക് ആവറേജ് ചെയ്യാം. അത് നല്ല സ്റ്റോക്കുകൾ വാങ്ങിയിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള, അതായത് എപ്പോഴും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾ, അതായത് എപ്പോഴും വളർച്ചയുടെ പാതയിലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ആ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നിങ്ങൾക്കതൊരു അവസരമായി കണ്ട് സ്റ്റോക്കുകൾ വീണ്ടും വിലയ്ക്ക് വാങ്ങാം. ഇനി സ്റ്റോക്ക് ഇപ്പോൾ നിഫ്റ്റി 18,000 രൂപയിലാണ്. ഇപ്പോൾ നമുക്ക് 18,000-നും 17,000-നും ഇടയിലാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നത്, നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഇപ്പോൾ സാധാരണ സ്റ്റോക്കുകളുടെ വില ഒരു മാക്സിമത്തിൻ്റെ തൊട്ട് താഴെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. നമ്മളിപ്പോൾ വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഇനി മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വില കുറയും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റോക്കുകൾ നല്ല സ്റ്റോക്കാണ്, തീർച്ചയായിട്ടും നമുക്ക് വില ഇനിയും വാങ്ങിക്കൂട്ടാം. അതൊരവസരമായി കാണാം. പക്ഷേ നമ്മൾ വാങ്ങിയിരിക്കുന്നത് വില കുറഞ്ഞ സമയത്താണ്. അതായത് നിഫ്റ്റി ഒരു 15,000 അല്ലെങ്കിൽ 16,000 രൂപയ്ക്കാണ് വില ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് 1 കൊല്ലോ 1.5 കൊല്ലോ മുന്നെയാണ് നമ്മൾ കുറേ സ്റ്റോക്ക് വാങ്ങിയത്. ഇപ്പോഴും അതിൻ്റെ വില കൂടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിൽ ഇനി ആവറേജ് ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്ത് ചെയ്യുക? അത് വിറ്റ് ഒഴിവാക്കിയിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങുക. അപ്പോൾ ആവറേജ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ലോങ് ടൈം ചെയ്യുന്നവർക്ക് ഏറ്റവും ബെനിഫിറ്റുള്ളതാണ് ആവറേജ്. നമ്മുടെ നഷ്ടം കുറയ്ക്കുന്നതിനും നമുക്ക് നമ്മുടെ ലാഭം കൂട്ടുന്നതിനും സാധിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ആവറേജ് എന്ന് പറയുന്നത്. ആവറേജിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ പണം ഉണ്ടായിരുന്നാൽ മാത്രമേ ആവറേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റോക്കുകൾ ലോങ് ടൈമിലേക്ക് വാങ്ങുമ്പോൾ കയ്യിലുള്ള പണം മുഴുവൻ ഉപയോഗിച്ച് സ്റ്റോക്കുകൾ വാങ്ങാതിരിക്കുക. ഓരോ അവസരങ്ങളിലും നമ്മൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പണം നമ്മൾ കൈവശം വയ്ക്കുക. അതിനുശേഷം കുറേശ്ശെ സ്റ്റോക്കുകൾ വാങ്ങുക. വില കുറയുമ്പോൾ വാങ്ങിക്കൂട്ടുക, വില കൂടുമ്പോൾ വിൽക്കുക. ഇത്തരത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോങ് ടൈമിൽ ഒരു 20% മുകളിൽ എല്ലാ വർഷവും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ലാഭം കിട്ടുക, റിട്ടേൺ കിട്ടുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടത് നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.